എല്ലാവർക്കും ട്രേഡിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ട്രേഡിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ സീരീസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ട്രെൻഡ് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കാണാത്തവരാണെങ്കിൽ പോയിട്ട് കാണുക. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് ഒരു കാര്യത്തിൽ അറിയില്ലെങ്കിൽ ഫസ്റ്റ് മുതൽ വീഡിയോസ് കണ്ടുവരാം. ഓക്കെ, സോ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നവരാണെങ്കിൽ വീഡിയോ പ്രോപ്പറായിട്ട് കാണാം. ഇനി വരുന്നൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മാക്സിമം എന്തായാലും നോക്കിയിട്ട് തന്നെ ചെയ്യുക. ഓക്കെ, സോ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോനകത്ത് നമ്മൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മാർക്കറ്റിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് ആണ്. ഫണ്ടമെന്റലിനെ കുറിച്ചിട്ട് നമ്മൾ ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു കാര്യങ്ങൾ ടീസ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഡീപ്പായിട്ട് പറഞ്ഞില്ല, ഫണ്ടമെന്റൽ കണ്ട് അധികം പോകുന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ മെയിനായിട്ട് ടെക്നിക്കൽ അനാലിസിസ് ആണ്. നമ്മളൊരു മാർക്കറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക 16-70% ടെക്നിക്കൽ അനാലിസിസ് ആണ്. പിന്നെ ഈ ഫണ്ടമെന്റൽ അനാലിസിസ് ആണ് നമുക്ക് എന്താ പറയുക പ്രോപ്പറായിട്ട് റിസൾട്ട്. അതായത് നമുക്ക് ഒരു 70% നമ്മൾ ചാർട്ട് അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു പ്രോബബിൾ ട്രേഡ് കിട്ടും. പിന്നെ ഉള്ളതൊക്കെ ഈ ന്യൂസ് അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, പിന്നെ എന്താ പറയാ, അപ്പൊ അത് നോക്കുക. അപ്പോൾ അതിലുള്ള എല്ലാ കാര്യങ്ങളും ട്യൂട്ടോറിയൽസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഇതിന് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. സോ നമ്മളിപ്പോൾ മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രൈസ് ആക്ഷൻ എന്ന് പറയാം. സോ ഈ പ്രൈസ് ആക്ഷനിൽ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇതൊക്കെ ഒന്ന് ബേസ് ആയിട്ട് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ഹയർ ലെവലായിട്ടുള്ള സ്ട്രാറ്റജീസ് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കിയിരിക്കണം. സോ അതൊരു ബേസ് ആയിട്ട് കാര്യങ്ങളാണ്. ഓക്കെ, നമ്മൾ ഇതിന്റെ എന്താണ് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് അധികം പോണില്ല. അപ്പൊ നേരെ നമ്മൾ വീഡിയോയിലേക്ക് നേരെ പോവാം. അപ്പോൾ നമ്മൾ ആദ്യം ട്രേഡിംഗ് കൊടുക്കുകയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ട് ആദ്യം ട്രേഡിംഗ് എടുക്കുന്ന കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മളിവിടെ പഠിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സപ്പോർട്ട്, എന്താണ് റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ രണ്ട് ടൂൾസ് ഉണ്ട്. ആ ടൂൾസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ആദ്യം ചാർട്ട് എടുക്കുകയാണ്. ഓക്കെ, സോ നമ്മൾ ചാർട്ട് എടുത്തു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാനിവിടെ കുറേ ഇങ്ങനെ ടൂൾസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. ക്യാൻസൽ റിമൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എന്താണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്? ഈ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സപ്പോർട്ട് എന്താ? നമ്മൾ താങ്ങി നിർത്തുക. നമ്മൾ സാധനത്തിന് സപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, എന്തെങ്കിലും സപ്പോർട്ട് താങ്ങി നിർത്തൂല. സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബെഞ്ച് ഉണ്ടെങ്കിൽ ബെഞ്ചിന് മേലേക്ക് കുറെ ബോൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു ബെഞ്ച്, ഞാൻ എക്സാമ്പിൾ ആയിട്ട് കരുതട്ടാ. ഓക്കെ, ഒരു ബെഞ്ച് ഉണ്ടെങ്കിൽ ആ ബെഞ്ചിന് മേലേക്ക് കുറെ ബോൾ ഇട്ട് കഴിഞ്ഞാൽ ആ ബോൾ അവിടെ തട്ടിയിട്ട് മേലേക്ക് പോകും. അപ്പോൾ അവിടെ എന്താണ്, അവിടെ സപ്പോർട്ട് ഉണ്ട്, അല്ലെങ്കിൽ എന്ത് താങ്ങാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാവും. സോ അതിനാണ് സപ്പോർട്ട് എന്ന് പറയാം. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മേലെ വരുന്ന കാര്യങ്ങളാണ്. സെയിം ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയാം. അപ്പോൾ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ആ ഒരു ഡെഫിനിഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം, സപ്പോർട്ട് എന്താണ്, റെസിസ്റ്റൻസ് എന്താണ്. സോ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താങ്ങാൻ നിൽക്കുന്ന സാധനം, മേലെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ താങ്ങാൻ നിൽക്കുന്ന പോലെ, അതായത് അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിയിലേക്ക് വരുന്ന ഒരു രീതിയാണ് എന്താ പറയുക സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. സോ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ജസ്റ്റ് ഈ ഒരു ലെവലായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ ഈ അടിയിൽ വരുന്നതിനാണ് നമ്മൾ സപ്പോർട്ട് എന്ന് പറയാം. ഓക്കെ, അടിയിൽ വരുന്നതിനാണ് സപ്പോർട്ട് എന്ന് പറയാം. അതുപോലെ തന്നെ ഈ മേലെ വരുന്നതിനാണ് എന്ത് ചെയ്യുന്നത്, റെസിസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, സോ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിലാണ്, താങ്ങുന്ന അടിയിലാണ്. അതുപോലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് മേലെയാണ്. സോ ഈ കാര്യം മനസ്സിലാക്കാം. സോ ഈ പ്രൈസ്, നമ്മൾ കറണ്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ മാർക്കറ്റിൽ വന്നിട്ട് കറണ്ട് പ്രൈസ് എത്രയാണ്? കറണ്ട് പ്രൈസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ മൊത്തമായിട്ട് കാണാം. വരുന്ന വീഡിയോസൊക്കെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഓരോ പറയുന്ന ടോപ്പിക് ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, സോ കറണ്ട് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കറണ്ട് പ്രൈസ് $24, $14, $28 കറണ്ട് പ്രൈസ്. ഇത് നമുക്ക് ക്യാൻഡിലായിട്ടാണ്, ക്യാൻഡിൽ ഓപ്പൺ ചെയ്യാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഏതൊരു ദിവസത്തും നോക്കുകയാണെങ്കിൽ കറണ്ട് പ്രൈസ് കിട്ടും. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കണ്ണ് പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലസ് സൈക്കിൾ എന്നിടത്താണ് കണ്ണ് പോകേണ്ടത്. ഓക്കെ, ഞാൻ ഇവിടേക്കൊക്കെ മൂവ് ആണ്ടെന്നോ അവർക്കൊക്കെ നിങ്ങൾ കണ്ണ് പോവുക. ഇപ്പോൾ കറണ്ട് ഇപ്പൊ ഈ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ കറണ്ട് പ്രൈസ് എത്രയാണ്? 22,63,84. സോ അതാണ് ഇതിന് കറണ്ട് പ്രൈസ്. അപ്പൊ അത് മനസ്സിലാക്കാം. ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ അതിനേതായാലും കറണ്ട് പ്രൈസ് ഉണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് വരാണെങ്കിൽ ഇതിന്റെ കറണ്ട് പ്രൈസ് എത്ര? 24,57. സോ അത് മനസ്സിലാക്കി വെക്കാം. സോ ഈ ഒരു റേഞ്ചിൽ, ഈ രണ്ട് റേഞ്ചിന്റെ ഉള്ളിൽ പ്രൈസ് എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. അതിനെയാണ് ഈ ഒരു നമ്മൾ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന്റെ ഇതിന്റെ ഉള്ളിൽ നല്ല രീതിയിൽ ഈ സപ്പോർട്ട് ലെവൽ
ഈ ഒരു ഇതിനെ നമ്മൾ സപ്പോർട്ട് ലെവൽ, മറ്റേ റെസിസ്റ്റൻസ് ലെവൽ എന്ന് വിളിക്കാം. സപ്പോർട്ട് റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തിനൊക്കെ നമുക്ക് ലെവൽ എന്നൊക്കെ വിളിക്കാം. സപ്പോർട്ട് ലെവൽ, അതുപോലെ തന്നെ മേലുള്ളതിന് റെസിസ്റ്റൻസ് ലെവൽ എന്ന് വിളിക്കാം. സോ മാർക്കറ്റ് ഇതാ ഇങ്ങനെ വരികയാണ്, മേലെന്ന് മാർക്കറ്റ് ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ വരികയാണ് മാർക്കറ്റ്. സോ മാർക്കറ്റ് ഇങ്ങനെ വന്നിട്ട് മേലേക്ക് പോയി. ഞാൻ ഓൾറെഡി ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് വരുന്നതാണ്. അങ്ങനെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എന്താണ് ട്രെൻഡിന്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞേ, നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പൊ അതാണ് ഈ ഒരു ട്രേഡിങ്ങിന് മെയിൻ ആയിട്ട്. നിങ്ങൾ ഇടയ്ക്കെടുത്തിട്ട് വീഡിയോസ് കാണാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ചെയിൻ ആയിട്ട് തന്നെ സീരീസ് ആയിട്ട് തന്നെ ഒരു എപ്പിസോഡ് പോലെ കണ്ടുവരണം, എന്നാലും നിങ്ങൾക്ക് ട്രേഡിങ് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് ടോപ്പിക്ക് വിട്ടുപോകും. ഓക്കെ, സോ ഇവിടെ ടച്ച് ചെയ്തു. സോ ഇവിടെ ടച്ച് ചെയ്തപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ വീണ്ടും മാർക്കറ്റ് മേലെ പോയി. അതുണ്ടായത് ആ ടച്ച് ചെയ്തപ്പോൾ വീണ്ടും മാർക്കറ്റ് മേലെ പോയി. പക്ഷെ വീണ്ടും വന്നപ്പോൾ വീണ്ടും ഈ ഒരു ഏരിയ ടച്ച് ചെയ്തപ്പോൾ വീണ്ടും മാർക്കറ്റ് പോയി. ഓക്കെ, പിന്നെ മേലേക്ക് പോയി. ഓക്കെ, മാർക്കറ്റ് മേലെ പോയി, വീണ്ടും ഇവിടെ ടച്ച് ചെയ്ത് വീണ്ടും അടിയിലേക്ക് വന്നു. ഇവിടെ ടച്ച് ചെയ്തു, ഇവിടെ വീണ്ടും ടച്ച് ചെയ്തു, ഇവിടെ ടച്ച് ചെയ്തു. ഈ രണ്ട് ഏരിയയിൽ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് പോകുന്നുണ്ട്. സോ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? എന്താ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഓക്കെ, ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പ്രൈസിന് അവിടെ നല്ല രീതിയിൽ പ്രാധാന്യമുണ്ട്, സപ്പോർട്ടിലും റെസിസ്റ്റൻസിലും. സോ ഈ ഒരു സപ്പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നല്ല മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നല്ല ഡൗൺ സൈഡിലോട്ട് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ റെസിസ്റ്റൻസും സപ്പോർട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതിലെങ്ങനെ ഫൈൻഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ ഒരു മാർക്കറ്റ് ഇതിൽ നമ്മൾ അടിയിൽ തന്നെ വിളിക്കുന്ന പേരാണ് ലോ എന്ന് വിളിക്കുക. രണ്ട് ലോ ഒപ്പായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് രണ്ട് തവണ ടോപ്പിക് ഒന്ന് കേൾക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയാം, ഞാനും ഇതുപോലെ കയറി വന്നവനാണ്. സോ എനിക്കും ഇങ്ങനെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഞാനും ഒന്ന് രണ്ട് തവണ ഒക്കെ വീഡിയോസ് കണ്ടിട്ടൊക്കെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത്. ഓക്കെ, സോ അത് മനസ്സിലാക്കാം. പിന്നെന്താ പറയാ, മേലെയും ഇതന്നെ സംഭവിക്കുന്നു. മേലെ തട്ടിക്കഴിഞ്ഞാൽ അടിയിലോട്ട് വരിക. ഓക്കെ, അത് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്താ മനസ്സിലാക്കി വെക്കുക. സോ അടിയിൽ ഈ ഒരു നമുക്ക് സപ്പോർട്ട് ആദ്യം നോക്കാം. ഈ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതിന് സപ്പോർട്ട് ലെവൽ എന്നൊക്കെ വിളിക്കാം, നമുക്ക് സപ്പോർട്ട് ലെവൽ വിളിക്കാം. ഈ സപ്പോർട്ട് ലെവൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ തവണ ഒക്കെ ഒരു ലെവലിൽ വന്നത്, അതായത് മാർക്കറ്റ് അടിയിലേക്ക് വന്നിട്ട് ഇതിപ്പോൾ അടിയിലാണ്. സോ ഈ ഒരു അടിയിലത്തെ മോന കണ്ടില്ലേ, ഈ മോനെ അവിടേക്ക് വീണ്ടും മാർക്കറ്റ് പോയി, വീണ്ടും മേലേക്ക് പോയി. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ഉണ്ടെന്ന്. സോ നമുക്കൊരു ഡ്രോ ചെയ്ത് വെക്കാം. ഞാൻ ഓൾറെഡി ഈ ടൂൾസ് ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കത് ഇത് വരച്ച് വെക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ സപ്പോർട്ടിന്റെ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. രണ്ട് ഏരിയാസ് ഒപ്പായിട്ട് വരുമ്പോൾ അവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. സോ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അടുത്ത പ്രൈസ് എന്ത് ചെയ്യും, വീണ്ടും മാർക്കറ്റ് അടിയിലേക്ക് വന്ന് ആ ഒരു ഏരിയ ടച്ച് ചെയ്തിട്ട് വീണ്ടും മാർക്കറ്റ് മേലെ പോവാം. സോ നമുക്ക് മനസ്സിലാക്കുന്ന എന്താ, നമുക്ക് ആ ഒരു ഏരിയന്റെ അവിടുന്ന് ഒരു ബൈ പൊസിഷൻ എടുക്കാന്നുള്ളൊരു കൺഫർമേഷൻ ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഒരു സപ്പോർട്ട് ലെവൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ, ഇപ്പൊ ഈ ഒരു ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് സാധനം വാങ്ങിക്കാം. പ്രൈസ് എന്ത് ചെയ്യാം, മേലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ നമ്മൾ വന്നിട്ട് ഒരു ട്രേഡ് എടുക്കാൻ പോവാണ്. ഒരു ട്രേഡ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എൻട്രി പ്ലേസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധനം വാങ്ങിക്കോ വിൽക്കുകയോ ചെയ്യുന്നതിന് നമ്മൾ എൻട്രി എന്ന് പറയാം. സോ നമ്മൾ ട്രേഡ് ചെയ്യുക, ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യുക, അതിനൊക്കെ വിളിക്കുന്ന പേരാണ്. ഞാൻ ബിഗിനിങ് ആയ കാരണമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. സോ ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പൊ നമ്മൾ ഇവിടുന്ന് സെൽ പൊസിഷൻ എടുക്കും. നമുക്ക് വേണമെങ്കിൽ ഒരു ഡൗൺ വീണ്ടും നമുക്ക് നല്ലൊരു സപ്പോർട്ട് ലെവലിലാണ് ഈ മാർക്കറ്റ് നിൽക്കുന്നത്. സോ നമ്മൾ ഒരു പഠിച്ച ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് മേലെ പോകുന്നതാണ് നമ്മളൊരു പഠിച്ചൊരു കൺസെപ്റ്റ്. പക്ഷെ നമ്മളൊരു കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ അപ്സൈഡ് ആണ്. പക്ഷെ നമ്മൾ അടിയിലേക്ക് ട്രേഡ് എടുക്കുമോ? ഇല്ല, നമ്മൾ വേറെ കൺഫർമേഷൻസ് ഒക്കെ നോക്കി ട്രേഡ് എടുക്കും. കൺഫർമേഷൻസ് ഒക്കെ വരും വീഡിയോസിൽ പറയുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ എന്തായാലും ഇങ്ങനെ നിൽക്കുക. സോ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നല്ല രീതിയിൽ പ്രൈസ് എന്ത് ചെയ്യും, മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഹൈ ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും കാലം ഈ സപ്പോർട്ട് ആൻഡ് ലെവൽ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോ എന്താ പറയാ, ഒരു സപ്പോർട്ട് ആൻഡ് ലെവൽ വന്നിട്ട് ഇത് സപ്പോർട്ട്, അപ്പോൾ എന്ത് റെസിസ്റ്റൻസ്, അതായത് ഇവിടുന്ന് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടുന്ന് മാർക്കറ്റ് ഇങ്ങനെ എപ്പോഴും ഉണ്ടാവണം എന്നില്ല കേട്ടോ. എനി ടൈം ഇത് ബ്രേക്ക് ആവാമെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ലൈന് മേലേക്ക് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ ബ്രേക്ക് ഔട്ട് എന്നൊക്കെ വിളിക്കും, ബ്രേക്ക് എന്ന് വിളിക്കും, ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വരും വീഡിയോസിൽ പറയാം. സോ എനി ടൈം നമ്മൾ എപ്പോഴും ഇവിടെ വന്നിട്ട് ഒരു കണ്ട് കഴിഞ്ഞാൽ ബൈ എടുക്കാം, ഇവിടുന്ന് അവിടെ കണ്ട് ബൈ എടുക്കാം, അവിടെ കണ്ട് സെൽ പൊസിഷൻ എടുക്കാം, അവിടെ നിന്ന് ബൈ എടുക്കാം. അങ്ങനെ എടുക്കരുത്. എനി ടൈം ഇത് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ഇതൊക്കെ കാണിക്കാം, റിയാക്ഷൻസ് ഒക്കെ മാർക്കറ്റിൽ കാണിക്കാം. സോ ഒരു
ഇതിന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺ നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ, അതായത് ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ തോന്നുന്നത്, ട്രെൻഡ് നമുക്ക് എന്താ തോന്നുന്നത്, അതൊന്ന് പറഞ്ഞാൽ. ഈ ഒരു പാറ്റേൺ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, എന്ത് ട്രെൻഡാണ്? ഇത് സൈഡ് വൈസ് ആണ്, കൺസോൾട്ടേഷൻ ആണ്. മനസ്സിലായല്ലോ? നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ട്രെൻഡ്, സൈഡ് വൈസ്, അപ്പ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ് ഒക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത് കണ്ടു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യാം, കൺസോൾട്ടേഷൻ ആണ്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കണ്ടു. നിങ്ങൾ ട്രെൻഡ് നോക്കുന്ന സമയത്ത് അവിടെ ഒരു സൈഡ് വൈസോ അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ആയിട്ടുള്ള പാറ്റേൺ, അതായത് ഒരു ട്രെൻഡ് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഡെഫിനറ്റ്ലി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഉണ്ടാവും അല്ലേ? നമ്മൾ ഈക്വൽ ആയിട്ടുള്ള ഹൈ ഉണ്ടാവും, ഈക്വൽ ആയിട്ടുള്ള ലോ ഉണ്ടാവും. ഓക്കെ, സോ എനി ടൈം അത് ബ്രേക്ക് ചെയ്ത് തിരിച്ച് ട്രെൻഡിലോട്ട് കയറാം. ഹൈ ട്രെൻഡായി ഇപ്പോൾ തിരിച്ച് മേലേക്ക് തന്നെ പോയില്ല, നോക്കാം. മനസ്സിലായതാ? ഇത് തിരിച്ച് മേലേക്ക് തന്നെ ഏതാ നോക്കാം, ഈ തിരിച്ച് മേലേക്ക് തന്നെ പോയി, വീണ്ടും ഹൈയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് പോയി. സോ നമുക്ക് നേരെ അതായത് അപ്പ് ട്രെൻഡായി. മനസ്സിലായല്ലോ? ഇത് തിരിച്ച് അപ്പ് ട്രെൻഡ് തന്നെ ആയി. ഇനി അടിയിലേക്ക് വരാണെങ്കിലോ ഡൗൺ ട്രെൻഡായി. സോ അതൊന്ന് മനസ്സിലാക്കുക. നമ്മൾ ഒരു കോയിനോ ഒരു പെയറോ അറ്റ ടൈമിൽ വൺ ട്രെൻഡിൽ പോവില്ല. ഇപ്പൊ എപ്പോഴും മേലേക്ക് പ്രൈസ് പോവില്ല. അപ്പൊ എല്ലാവർക്കും ഈസി ആവില്ല. അങ്ങനെയല്ല മാർക്കറ്റ് പോകുന്നത്. മാർക്കറ്റ് പല രീതിയിൽ റിയാക്ഷൻസ് തരും. അപ്പ് ട്രെൻഡ് ആവും, ഡൗൺ ട്രെൻഡ് ആവും, സൈഡ് വൈസ് ആവും, കുറെ രീതിയിൽ റിയാക്ഷൻസ് തരും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. എന്തായാലും നമുക്ക് ഇതൊക്കെ ഡിലീറ്റ് ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെൻസിലാക്കി എടുക്കുക, ഷെയ്ഡിലോട്ട് പോവുക, റിമൂവ് എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ചാർട്ടിലോട്ട് വരാം. ഇതിന്റെ ഒരു ഒരു എക്സ്പ് കാണിച്ചു തരാം. ഇതൊന്നും വേണമെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് വെച്ച് നോക്കട്ടോ. അടിയിൽ കണ്ടില്ലേ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക. ഈ ഒരു ലെവൽ ഉണ്ടല്ലേ, ഇപ്പൊ ഈ ഒരു നോക്കാം. ഇതിന്റെ ഈ അടിയിൽ കണ്ടില്ലേ, അടിയിൽ 1 2 3 തവണ എന്ത് ചെയ്തിട്ട് സപ്പോർട്ട് ഏറ്റവും അടിയിലേക്ക് നോക്കുക. ഏറ്റവും അടിയിലേക്ക് ഈ നീല കളറിലൊരു സംഭവം ഉണ്ട്, അവിടെ എത്ര പ്രാവശ്യം ടച്ച് ചെയ്തിട്ടുണ്ടാവുക? 1 2 3. സോ 1 2 പ്രാവശ്യം ടച്ച് ചെയ്തപ്പോൾ തന്നെ അവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ വീണ്ടും ടച്ച് ചെയ്ത് സപ്പോർട്ട് കിട്ടി. ഓക്കെ, സോ മേലെ നോക്കാം റെസിസ്റ്റൻസ്. സോ ഈ റെസിസ്റ്റൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, മേൽ ടച്ച് ചെയ്ത് അടിയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്, മേൽ ടച്ച് ചെയ്ത് അടിയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. സോ ഓക്കെ, അത് മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഞാൻ ഇതിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. സപ്പോർട്ട് റെസിസ്റ്റൻസ് ആവും, റെസിസ്റ്റൻസ് സപ്പോർട്ട് ആവും ചില സിനാരിയോയില്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് വരച്ച് നോക്കട്ടെ. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ഇതിനായിട്ട് വരക്കുന്ന കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇതിപ്പോ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ പ്രൈസ് ഇവിടെ നിന്നിട്ട് ഇതിപ്പോ സപ്പോർട്ടാ നോക്കാം. ഇതിപ്പോ ഞാൻ കാണിച്ചു തരാം. മാർക്കറ്റ് ടച്ച് ചെയ്തു, അടിയിൽ ടച്ച് ചെയ്തു. സോ വീണ്ടും വന്നു, വീണ്ടും ആ ഏരിയ ടച്ച് ചെയ്തു, വീണ്ടും മാർക്കറ്റ് പോയി. അപ്പൊ നമുക്ക് ഇവിടെ സപ്പോർട്ട് ലെവൽ കിട്ടി. നേരെ മേലേക്ക് മാർക്കറ്റ് മേലെ വന്നു, അടിയിലേക്ക് തന്നെ വന്നു, വീണ്ടും മേലേക്ക് വന്ന്. സോ നമുക്ക് ഒരു എന്താ കിട്ടിയത്, ഒരു സപ്പോർട്ടും കിട്ടി, ഒരു റെസിസ്റ്റൻസും കിട്ടി. ഈ ഒരു മേലെ ടച്ച് ചെയ്തിട്ടുണ്ട്, 2 പ്രാവശ്യം ടച്ച് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അവിടെ റെസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. സോ ഇനി ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അതായത് വീണ്ടും എന്ത് ചെയ്യും, മാർക്കറ്റ് ചിലപ്പോൾ ഇവിടെ ടച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പോയിട്ടതാവും, അല്ലെ എങ്ങനെ പോകും, അതായത് ഇവിടെ ടച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ എങ്ങനെ പോകും മാർക്കറ്റ്. നമുക്കൊരു പ്രതീക്ഷിത എക്സ്പെക്ടേഷൻ, നമുക്ക് എനി ടൈമിൽ എങ്ങനെ വേണമെങ്കിൽ മൂവ്മെന്റ് പോകാം. അപ്പൊ നമുക്ക് ഇവിടെ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് മേലെ പോയി ഇവിടെ ബ്രേക്ക് ചെയ്ത് ഇതിവിടെ അടിയിലേക്ക് വന്ന് ഈ ഒരു ഏരിയ ടച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും, വീണ്ടും മാർക്കറ്റ് മേലെ പോവും. അപ്പൊ എന്താ സംഭവം, ഈ മേലത്തത് സപ്പോർട്ട് ആവും. മനസ്സിലായല്ലോ? മേലത്തത് സപ്പോർട്ട് ആവും. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ലോജിക്കലി ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവിക്കണമെന്ന്. മാർക്കറ്റ് വീണ്ടും മേലെ വരും, പിന്നെ മേലത്തെ റെസിസ്റ്റൻസ് ടച്ച് ചെയ്യും, അടിയിൽ വരും, അവിടെ ഒരു സപ്പോർട്ട് ചെയ്യും, ഇവിടെ സപ്പോർട്ട് ചെയ്യും. സോ ഇത് നോക്കാം, ഇതൊക്കെ ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ എന്ത് സംഭവിച്ചത്, ഈ ഒരു ലൈൻ എന്ന് പറയണത് നമുക്ക് എന്താ, ഈ ഒരു ലൈൻ എന്ന് പറയണത് ഓൾറെഡി എന്താ ഒരു സബ് റെസിസ്റ്റൻസ് ആണ്. നമുക്ക് ഈ ഒരു ലൈൻ റെസിസ്റ്റൻസ് ആണ്, അടിയിൽ എന്താ സപ്പോർട്ടാണ്. സോ ഓൾറെഡി മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, മേലെ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്, റെസിസ്റ്റൻസ് 2 പ്രാവശ്യം ടച്ച് ചെയ്തിട്ടുണ്ട്. സോ ആ ടച്ച് ചെയ്ത റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തു. അതായത് ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു ലൈൻ നേരെ മേലേക്ക് പോയി ബ്രേക്ക് ചെയ്ത് വീണ്ടും അടിയിൽ വന്ന് ഇതിനെ ടച്ച് ചെയ്തിട്ട് വീണ്ടും മാർക്കറ്റ് മേലെ പോയി, വീണ്ടും ആ ഒരു ഏരിയ വന്ന് ടച്ച് ചെയ്ത് മാർക്കറ്റ് മേലെ പോയി. സോ അതിനർത്ഥം എന്താ, ഇവിടെ ആ റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു, റെസിസ്റ്റൻസ് ടു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. അതുപോലെ തന്നെ മേലെ പുതിയ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്, 2 പ്രാവശ്യം ടച്ച് ചെയ്തു, റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ മാർക്കറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് സപ്പോർട്ട് ആവാം. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ഞാൻ സപ്പോർട്ട് ആക്കി തരട്ടെ. ഈ ഒരു റെസിസ്റ്റൻസ് ഇല്ലേ സപ്പോർട്ട് ആയിരട്ടെ, അതെങ്ങനെ സപ്പോർട്ട് ആവുക, ഇത് മേലെ പോയി ഇതിനെ ബ്രേക്ക് ചെയ്ത് അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യും, അത് സപ്പോർട്ടായി. ഓക്കെ, ഇത് സപ്പോർട്ട് 2 പ്രാവശ്യം ടച്ച് ചെയ്ത് സപ്പോർട്ടായി. ഓക്കെ,
അപ്പൊ എത്രയേ ഉള്ളൂ. ചിലപ്പോൾ മാർക്കറ്റ് മേലെ റെസിസ്റ്റൻസ് എടുക്കണം എന്നില്ല, സപ്പോർട്ട് മാത്രം ചെയ്യും. ചില സിനാരിയോയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ തരും, ഇവിടെ പ്രൈസ് നല്ല രീതിയിൽ ആക്ട് ചെയ്യും, അപ്പൊ നിങ്ങൾക്ക് സപ്പോർട്ട് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ രണ്ടും ഇതിലായിട്ട് വരും. അപ്പൊ അത് നോക്കാം എന്തായാലും. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇത് ഓൾറെഡി നമ്മൾ റെസിസ്റ്റൻസ് ആയിരുന്നു, ഈ ഒരു ലെവല് സെൻട്രൽ ലെവല് റെസിസ്റ്റൻസ് ആയിരുന്നു. അതിന് റീസൺ എന്താ, അടിയിൽ സപ്പോർട്ട് ആയിരുന്നു, മേലെ റെസിസ്റ്റൻസ് 2 പ്രാവശ്യം എടുത്തു, അപ്പൊ അത് റെസിസ്റ്റൻസ് ആയി, അത് ബ്രേക്ക് ചെയ്ത് വീണ്ടും അടിയിൽ വന്ന് 2 പ്രാവശ്യം ടച്ച് ചെയ്തപ്പോൾ തന്നെ ഇവിടെ എന്ത് ചെയ്ത്, അത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. ഇനി ഈ സപ്പോർട്ട് വീണ്ടും റെസിസ്റ്റൻസ് ആവാൻ എങ്ങനെ, വീണ്ടും മാർക്കറ്റ് അടിയിൽ വന്നു, അടിയിൽ വന്ന് ഇവിടെ ടച്ച് ചെയ്തു, ടച്ച് ചെയ്തിട്ട് വീണ്ടും ഇവിടെ വന്ന് ടച്ച് ചെയ്തു, ഇങ്ങോട്ട് വന്നു, വീണ്ടും ഇതിന് പോയി ടച്ച് ചെയ്തു, ഈ ഒരു ലെവലിലേക്ക് തന്നെ വന്നു. സോ എന്തായി, ഇത് നേരെ വീണ്ടും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. മനസ്സിലായല്ലോ, ഈ ഒരു ലെവല് റെസിസ്റ്റൻസ് ആക്ട് ചെയ്തു. വീണ്ടും ചിലപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ വരും, ഈ ഒരു ലെവൽ വരും, ഇവിടെ ടച്ച് ചെയ്യും, ഇതിനോട് ടച്ച് ചെയ്യും, വീണ്ടും അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും, ഇവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. സോ അതാണ് ഇവിടെ നടക്കുന്നത് മെയിനായിട്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടി മനസ്സിലാവും. ഇതൊന്ന് ഒന്ന് രണ്ട് തവണ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി നോക്കുക. ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോക്കാം. എന്താ, ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു, മാർക്കറ്റ് മേലെ പോയി വീണ്ടും ആ ഒരു ഏരിയ ടച്ച് ചെയ്തപ്പോൾ സപ്പോർട്ടായി, വീണ്ടും ആ ഒരു ഏരിയ ടച്ച് ചെയ്തപ്പോൾ സപ്പോർട്ടായി, മേലെ റെസിസ്റ്റൻസ് ആയി. ഓക്കെ, ഈ റെസിസ്റ്റൻസിന് മേലെ ബ്രേക്ക് ചെയ്ത് കണ്ടില്ല, ഈ റെസിസ്റ്റൻസിന്റെ മേലെ ഏറ്റവും മേലെ ബ്രേക്ക് ചെയ്തിട്ട് അതിന്റെ അടിയിലേക്ക് വന്നില്ല, അപ്പൊ അത് സപ്പോർട്ടായി മാറി. അതാണ് സംഭവിക്കുന്നത്. റെസിസ്റ്റൻസ് സപ്പോർട്ട് ആവാം, സപ്പോർട്ട് റെസിസ്റ്റൻസ് ആവാം. ഇനി നേരെ നമുക്ക് എക്സാമ്പിളോട്ട് എടുക്കാം. ഓക്കെ, ഞാനിത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നേരെ ചാർട്ട് എക്സാമ്പിളോട്ട് പോവാം. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് തന്നെ നോക്കാം. സോ ഇത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെൻഡ് നമുക്ക് വേണം. ഓക്കെ, സോ മൈനറായിട്ട് നോക്കുന്നില്ല, കുറച്ച് വലിയൊരു ട്രെൻഡ് തന്നെ നോക്കുന്നുണ്ട്. മൈനർ ആകുമ്പോൾ ചെറിയ റെസിസ്റ്റൻസ് ഒക്കെ ഇവിടെ നിന്ന് കിട്ടും, ചെറുതായിട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ നിന്നാ ഇതൊരു റെസിസ്റ്റൻസാ, കണ്ടില്ലേ, 2 ഏരിയ ആയിട്ട് ടച്ച് ചെയ്തിട്ട് റെസിസ്റ്റൻസാ. മനസ്സിലായല്ലോ. ഓക്കെ ഓക്കെ, ഇപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് കിട്ടി. അതുപോലെ തന്നെ എന്താ പറയാ, നമുക്ക് ഇപ്പൊ നോക്കി കണ്ട് നമുക്ക് മനസ്സിലാവണം. ഓക്കെ ഓക്കെ, ഇതൊക്കെ നമുക്ക് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. നോക്കണം, ഈ ലെവലൊക്കെ സപ്പോർട്ടായിട്ട് പോകുന്നതാണ്. മനസ്സിലായല്ലോ. 2 ഏരിയ ടച്ച് ചെയ്തു, നല്ല നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ 2 ലെവല് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടൊരു ലൈൻ കിട്ടണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം, ഒരു നല്ലൊരു കിട്ടണമെങ്കിൽ. ഓക്കെ, ഇത് നോക്കാം. ഇത് നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു ലെവൽ എന്താ, ഇത് നമുക്ക് ഓൾറെഡി അറിയാം, കൺസോൾട്ടേഷൻ ആണ്. കൺസോൾട്ടേഷൻ, അതായത് ഒരു സൈഡ് വൈസ് ആയിട്ടൊരു ട്രെൻഡോ കാര്യങ്ങളോ കറക്റ്റ് ആയിട്ടില്ല, സൈഡ് വൈസ് മൂവ്മെന്റ് ആണ്. നമുക്ക് സൈഡ് വൈസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, അതൊന്നും എന്തായാലും മനസ്സിലാക്കാം. സോ ഇവിടെ സപ്പോർട്ട് ഇത് 2 ലെവലായിട്ട് ആക്ട് ചെയ്ത് കിടക്കണം. ഉണ്ടോ, ഇവിടെ വന്ന് മാർക്കറ്റ് മേലെ പോയി, മേലെ പോയി ബ്രേക്ക് ചെയ്ത് മേലെ പോയി, അടിയിൽ വന്നു, റിയാക്ഷൻ തന്നു, മേലേക്ക് വന്നു, പിന്നെ അടിയിൽ വന്നു, റിയാക്ഷൻ തന്നു, മേലേക്ക് തന്നെ പോയി, അടിയിലേക്ക് വന്നു, റിയാക്ഷൻ തന്നു, മേലേക്ക് തന്നെ പോയി. സോ നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പ്യുവർലി സപ്പോർട്ടായിട്ട് നമുക്ക് കിട്ടി, സപ്പോർട്ട് ആക്ട് ചെയ്തു. റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണാം ഇവിടെ റെസിസ്റ്റൻസ് അറ്റ് ടോപ്പാണ് നമ്മൾ നോക്കുക. റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ട്, പ്രൈസ് അവിടെ ടച്ച് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിന് സപ്പോസ് മാർക്കറ്റ് മേലെ പോവുകയാണെങ്കിൽ ഇത് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് അടിയിലേക്ക് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുക, സപ്പോർട്ട് റെസിസ്റ്റൻസിനുള്ള ഡിഫറൻസ് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ പ്യുവർ സാധനം ഇത് നോക്കാം. പ്യൂറായിട്ട് സാധനം ഇവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ട് ഇതൊക്കെ പ്യൂറായിട്ട് തന്നെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ, സപ്പോർട്ടായിട്ട് തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഇതിനെ സപ്പോർട്ട് ഉണ്ട്, കിട്ടിയിട്ടുണ്ട്. റെസിസ്റ്റൻസ് പ്യൂർ സാധനം ഈ ഒരു ഏരിയ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മൊത്തത്തിലുള്ള ഏരിയ നോക്കുകയാണെങ്കിൽ ഓവറോൾ കൺസോൾട്ടേഷൻ ആണ്. ട്രെൻഡ് ഉണ്ട്, മൈനറായിട്ട് ട്രെൻഡ് ഉണ്ട്. മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ എടുക്കുന്നതാണ്. അത് ഞാൻ ടൈം ഫ്രെയിമിനെ പറ്റിയിട്ട് പറയുമ്പോൾ പറയാം. ഓക്കെ, സോ ഇതിന് നമുക്ക് ഓൾറെഡി ഫേസ് പറയുകയാണെങ്കിൽ കൺസോൾട്ടേഷൻ ഫേസ് ആണ് ഓൾറെഡി. ഓക്കെ, സോ നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നോക്കി നിങ്ങൾക്ക് ചിലപ്പോൾ അപ് ട്രെൻഡ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ടോ, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് പോകണുണ്ടാവും, നിങ്ങൾക്ക് അങ്ങനെയും പറയാം. പക്ഷെ ഓവറോൾ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് സൈഡ് വൈസ് ആണ് നോക്കുന്ന സമയത്ത്. ഓക്കെ, സോ ഈ ഒരു ലെവലിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അടിയിൽ നിങ്ങൾക്ക് കാണാം സപ്പോർട്ട് ലെവൽ. ഇതിനടിയിലാണ് സപ്പോർട്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അടിയിലാണ് സപ്പോർട്ട് ലെവൽ വരുന്നത്. മാർക്കറ്റ് അടിയിലേക്ക് ഇങ്ങനെ വരികയാണ്. മാർക്കറ്റ് ഇവിടെ ടച്ച് ചെയ്തു, ഇവിടെ ആദ്യം ടച്ച് ചെയ്തു, വീണ്ടും മാർക്കറ്റ് മേൽക്കിട്ട് വന്ന് അവിടെ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു.
ഓക്കെ, റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് വീണ്ടും അവർ സപ്പോർട്ട് ലെവൽ എടുത്തിട്ടുണ്ട്. വീണ്ടും മാർക്കറ്റ് മേലെ പോയി, വീണ്ടും അടിയിൽ ഒന്ന് ടച്ച് ചെയ്തു, വീണ്ടും മാർക്കറ്റ് മേലെ പോയി, അവിടെ വീണ്ടും റെസിസ്റ്റൻസ് എടുത്തു, വീണ്ടും മാർക്കറ്റ് അടി വന്ന് സപ്പോർട്ട് എടുത്തു. ഞാൻ ഓൾറെഡി സപ്പോർട്ട് വരുമ്പോൾ നമുക്ക് ബൈ പൊസിഷൻ എടുക്കാനുള്ളൊരു, അതായത് മേലേക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. സോ വില ഒക്കെ കൂടുന്നുണ്ടല്ലോ ഇവിടെ നിന്നുണ്ട്, മേലെ മാർക്കറ്റ് മേലെ പോയി റെസിസ്റ്റൻസ് കിട്ടി സെൽ പൊസിഷൻ ഇടാം. നമുക്ക് എന്താ ചെയ്യാം, സെൽ ഓർഡർ പ്ലേസ് ചെയ്യാം. അതായത് അടിയിലേക്ക് എന്ത് ചെയ്യാം, എൻട്രി ഇടാം. ഓക്കെ, സോ അടിയിലേക്ക് തന്നെ വന്നു, ടച്ച് ചെയ്തു, വീണ്ടും മാർക്കറ്റ് മേലേക്ക് തന്നെ പോയി. അങ്ങനെയാണ് സംഭവിക്കുന്നത്. സോ ഇതിനെ ബ്രേക്ക് ചെയ്തു. സോ ഇപ്പൊ നോക്കാം, ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഉണ്ടല്ലോ, ഈ ഒരു ലെവൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. സോ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. നമുക്ക് ഒരു തരത്തിൽ നമുക്ക് അതിനെ സപ്പോർട്ടിനെ നമുക്ക് 100% എടുക്കാൻ പറ്റില്ല. ട്രേഡിംഗ് ആണ്, ട്രേഡിങ്ങിൽ ഒരാൾക്കും 100% ഉറപ്പായിട്ടും ട്രേഡ് എടുക്കാൻ പറ്റില്ല. ഒരു ലോസ് ഒക്കെ വരും. സോ ബ്രേക്ക് ആവാം, നമ്മളെ മെത്തേഡ്സ് ഒക്കെ ബ്രേക്ക് ആവാം. സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ്, ഞാൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു ബിസിനസ് ആണ്. ഞാൻ പറഞ്ഞില്ല, അതിന് വീഡിയോസിൽ ഞാൻ പറയാം. ഓക്കെ, വരും വീഡിയോസിൽ ഞാൻ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പൊ നോക്കാം, ഇതിനെ ബ്രേക്ക് ചെയ്തു ഈ ലൈന്, അതായത് സപ്പോർട്ട് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തു. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്, നമുക്ക് ഇതിനെ ഈ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസസ് ഹൈ ആണ്. മാർക്കറ്റ് അവിടെ വന്ന ഒരു ബൈ പൊസിഷൻ എടുക്കാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. സോ മാർക്കറ്റ് ഇവിടെ വീണ്ടും നിന്നിട്ട് സപ്പോർട്ട് ഇട്ട് കളിച്ചു, വീണ്ടും മാർക്കറ്റ് വീണ്ടും ഇതിനെ ബ്രേക്ക് ചെയ്തു. കണ്ടോ, ബ്രേക്ക് ചെയ്തു, അടിയിലോട്ട് തന്നെ വന്നു. സോ എനി ടൈം എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. ഓക്കെ, സോ അത് മനസ്സിലാക്കുക. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് രണ്ട് തമ്മിൽ ഡിഫറെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ആ സപ്പോർട്ട് ഇപ്പൊ ഇത് നോക്കാം, ഞാൻ കാണിച്ച എക്സാമ്പിൾ വേണമെങ്കിൽ മാർക്കറ്റ് ഇവിടെ വന്ന് ടച്ച് ചെയ്ത് മേലേക്ക് പോവാം. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, ട്രേഡിംഗ് ആണ്, ഉറപ്പ് ഒരാൾക്കും ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. ഓക്കെ, സോ ട്രേഡിങ്ങിൽ ആ ഒരു കാര്യം ഉണ്ട്, നമുക്ക് 100% നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ പോസിബിലിറ്റീസ് ഉണ്ട്, നമുക്ക് പോസിബിലിറ്റീസേ പറയാൻ പറ്റുള്ളൂ. സോ നമ്മൾ ചാടി കയറിയിട്ട് ഇപ്പൊ ഈ ഒരു സപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ബൈ ഇടാൻ പാടില്ല. അതിന് വേറെ കുറെ കൺഫർമേഷൻസ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. അതിനെ വരും വീഡിയോസിൽ ഇടുന്നത്. ഇപ്പൊ ഈ ഒരു ബേസ് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ തിരിച്ചിപ്പോൾ കറണ്ട് പ്രൈസിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ എന്താ തോന്നുന്നത്, ഇത് ഓൾറെഡി ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇത് സപ്പോർട്ടായിട്ട് ഒരു ആക്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇതിപ്പോ കറണ്ട് പ്രൈസിൽ നിൽക്കുന്ന സപ്പോർട്ടായിട്ട് ഈ ഒരു സാധനം പ്രൈസ് ആക്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താ, ഇവിടെ മാർക്കറ്റ് അടി ടച്ച് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ടൈംസ് ടച്ച് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ സപ്പോർട്ട് ലെവലാണ് വിളിക്കാം. സോ ടച്ച് ചെയ്തു, മാർക്കറ്റ് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് മേലെ പോയി, ടച്ച് ചെയ്തു, മേലേക്ക് പോയി, ടച്ച് ചെയ്തു, മാർക്കറ്റ് മേലെ പോയി. ഇനി സപ്പോസ് മാർക്കറ്റ് ഇവിടെ വന്നിട്ട് വീണ്ടും റിയാക്ഷൻ തരാനുള്ള ചാൻസസ് ഹൈ ആണ്, നമുക്ക് ചാൻസസേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് ലെവൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ലെവൽ ഇവിടെ നൈസായിട്ട് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് കിട്ടും. ഉണ്ടാ, റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാം. ഇത് കണ്ടല്ലോ, റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ കാരണം എന്താ, ഇവിടെ 1-2 പ്രാവശ്യം ടാപ്പ് ചെയ്തിട്ടുണ്ട്, റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്, ഒരു ഈക്വൽ ഹൈ ആയിട്ട് കിട്ടുന്നുണ്ട്. ഈക്വൽ ഹൈയും ഈക്വൽ ലോ, മനസ്സിലായല്ലോ. കണ്ടോ, ടച്ച് ചെയ്തു, മാർക്കറ്റ് മേലെ വന്ന് ടച്ച് ചെയ്തു, വീണ്ടും വീണ്ടും അത് മാർക്കറ്റ് ടച്ച് ചെയ്യാൻ പോകുന്നുണ്ട്. സോ ഈ ഒരു ഏരിയന്ന് എനിക്ക് എന്ത് ചെയ്യാം, സെൽ പൊസിഷൻ എടുക്കാം. ഈ ഒരു ഏരിയന്ന് എനിക്ക് സെൽ എടുക്കാം. അതായത് ഈ ഒരു മാർക്കറ്റ് ഏരിയന്ന് എനിക്ക് വേണമെങ്കിൽ പോസിബിലിറ്റീസ് ഉണ്ട്. അതായത് അടിയിലേക്ക് മാർക്കറ്റ് വരുന്നുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം എന്താ, നമുക്ക് പ്രോപ്പറായിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ അവിടെ ഉണ്ട്. റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു ഏരിയ അവിടെ നിൽക്കുന്നുണ്ട്. റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു ഏരിയ ആണിത്. ഇനി സപ്പോസ് നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ടച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും, മാർക്കറ്റ് അടിയിൽ പോകും, വീണ്ടും ഇവിടെ ടച്ച് ചെയ്ത് മാർക്കറ്റ് മേലെ തന്നെ പോകും. ഓക്കെ, ആ 2 പോസിബിലിറ്റീസ് ഉണ്ട് ഇവിടെ, മനസ്സിലായില്ലേ. പിന്നെയുള്ള പോസിബിലിറ്റീസ് എന്താ, നമുക്ക് ഒരു കാരണവശാലും നമുക്ക് 100% പറയാൻ പറ്റില്ല. നിങ്ങൾ മനസ്സിലാക്കുക, എവിടെ ഒരാൾക്കും 100% ഓഫ് ഒരു ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റില്ല. ലോസ് ഉണ്ടാവും, പാർട്ട് ഓഫ് ഗെയിം, അതായത് ട്രേഡിങ്ങിന്റെ ഒരു പാർട്ടാണ് ലോസ് എന്ന് പറയുന്നത്. പക്ഷെ അതിനെ കവർ ചെയ്യുക, അതായത് നമ്മൾ റിസ്ക് മാനേജ്മെന്റ് അതിന് കവർ ചെയ്യാം. നമ്മൾ ഇപ്പൊ ഒരു ലോസ് വീണ് കഴിഞ്ഞാൽ നമ്മൾ അയ്യം വെച്ച് കയറി റിവെഞ്ച് ട്രേഡൊക്കെ എടുക്കും. അത് ഞാൻ പറയാം, വരും വീഡിയോസിൽ അതിനെ കുറിച്ച് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പൊ എന്തായാലും ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അടിയിൽ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതായത് റെസിസ്റ്റൻസ് ലെവലാണ്, അവിടെ നിന്നൊരു സെല്ലിലോട്ട്, അതായത് അടിയിലേക്ക് വരാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് സപ്പോർട്ട് ലെവലിൽ നിന്ന് മാർക്കറ്റ് മേലെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, പിന്നീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇനി അടുത്ത പോസിബിലിറ്റീസ് എന്താ, മാർക്കറ്റ് ഇതിനെ അടി ടച്ച് ചെയ്ത് മാർക്കറ്റ് മേലെ വന്നു. അപ്പൊ നമ്മള് അതല്ല, ഇപ്പൊ നമ്മൾ അവിടെ ടച്ച് ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ എടുക്കാം. മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. സോ മാർക്കറ്റ് ഇവിടെ വന്ന് നമ്മൾ വിചാരിക്കണം എന്താ, ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് അടിയിൽ വരുന്നതാണ് നമ്മൾ വിചാരിക്കണം എന്താ, മാർക്കറ്റ് അടിയിൽ വരുന്ന. പക്ഷെ ചിലപ്പോ മേലെ മാർക്കറ്റ് പോകും, എന്നിട്ട് ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കും. അപ്പൊ എന്ത് ചെയ്യും, ഈ ഒരു റെസിസ്റ്റൻസ് എന്ത് ചെയ്തു, സപ്പോർട്ടായില്ലേ. ഇനി എന്ത് ചെയ്യും, മാർക്കറ്റ് ഇവിടുന്ന് പൊന്തും,
വീണ്ടും ഇങ്ങോട്ട് വരും, വീണ്ടും എങ്ങനെ വേണമെങ്കിൽ പോവാം, ചിലപ്പോൾ ഒറ്റ പൊന്തൽ പൊന്താം. അപ്പം എന്ത് ചെയ്യും, ഈ ഒരു റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ മനസ്സിലായാലേ ഈ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യണം. ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാവും, മാർക്കറ്റ് വീണ്ടും വരും, ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്യും, ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഇവിടെ വന്ന് ടച്ച് ചെയ്ത് മാർക്കറ്റ് അടി വരുമ്പോൾ എന്ത് ചെയ്ത് അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത്. റെസിസ്റ്റൻസ് വരുന്ന സമയത്ത് എപ്പോഴും മുകളിലോട്ട് വരുന്ന ഏരിയ ടച്ച് വരുന്ന സമയത്താണ് റെസിസ്റ്റൻസ് എന്ന് പറയാം, അടിയിൽ വരുമ്പോഴാണ് സപ്പോർട്ട് എന്ന് പറയാം. ഓക്കെ, സോ അതൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ, അത് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ വേറെ വീഡിയോയിൽ എന്ത് ചെയ്യാം, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈം ഫ്രെയിമിന് ഡിഫറൻറ്റും അതുപോലെ 2 ടൂൾസിന്റെ കാര്യം അതിൽ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് ടൈം കുറച്ച് ഡിലേ ആയി, കാരണം എപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ. അപ്പോൾ 1-2 തവണ വീഡിയോസ് കാണാം. വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ കമന്റ് ബോക്സിൽ ഇടാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ആവാം, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡു നോട്ട് ഹെസിറ്റേറ്റ്, കോൺടാക്ട് മീ. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.